ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMI എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. അതായത് RT ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഏറെക്കുറെയുള്ള വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബിനറ്റ് ഡിസിഷൻ പ്രകാരവും ചില വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം വരാൻ പോകുന്ന എക്സാമിനേഷനിലും നിലവിലെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് വേക്കൻസികളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഇത് പ്രധാനമായിട്ടും പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ക്യാബിനറ്റ് ഡിസിഷൻ പ്രകാരമുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 MVI വേക്കൻസീസ് ഉണ്ട് എന്നുള്ളതാണ്. MVI വേക്കൻസി എന്ന് പറഞ്ഞാൽ അറിയാം, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ ജസ്റ്റ് പ്രൊമോഷൻ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് 26 എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 26 എണ്ണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ 26 പോസ്റ്റിലേക്ക് വരേണ്ടത് നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന തസ്തികയിൽ നിന്നുള്ള പ്രൊമോഷൻ കിട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും, 26 AMVIയുടെ പോസ്റ്റുകൾ കൂടി എന്ത് ചെയ്യപ്പെടും, ജനറേറ്റ് ചെയ്യപ്പെടും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനിയും അതിന് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലവിൽ ക്യാബിനറ്റ് എടുത്തിരിക്കുന്ന ഡിസിഷനാണ്. അത് പ്രകാരം ഉത്തരവുകൾ ഇറങ്ങണം, പ്രൊമോഷൻ കിട്ടണം. ആ ഒരു പ്രൊമോഷന്റെ ഒരു സർക്കിള് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊമോഷൻ പ്രകാരം വരുന്ന വേക്കൻസികൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പക്ഷേ അടുത്ത വർഷമൊക്കെ ആയേക്കാം, അല്ലെങ്കിൽ ഈ വർഷത്തിന്റെ അവസാനമൊക്കെ ആയേക്കാം. എന്നാൽ നിലവിൽ നമുക്കറിയാം AMVയുടെ പോസ്റ്റിൽ തന്നെ നിലവിൽ 34 വേക്കൻസികൾ ഓൾറെഡി ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വേക്കൻസിയിലേക്കുള്ള നിയമനങ്ങൾ ഈ വർഷം തന്നെ നടക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇവർക്ക് ട്രെയിനിങ്ങിന് വിളിക്കാനുള്ള ടൈം ഒരുപക്ഷെ ഈ വർഷം തന്നെയായിരിക്കും. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന 2 വേക്കൻസികളും, അതായത് നിലവിലുള്ള വേക്കൻസിയും ഇനി പുതുതായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേക്കൻസിയും ആത്യന്തികമായിട്ട് പ്രയോജനപ്പെടാൻ പോകുന്നത് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ്. കാരണം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനിയും ബാക്കി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിയമനങ്ങൾ സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അത് അവരുടെ ഒരു റിസൾട്ടിന്റെ ഫലമായിട്ട് മാറും. ഏതാണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 100-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് പോകും എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നിലവിലൊരു സാഹചര്യമാണ് പറഞ്ഞത്. ഇത് കൃത്യവും വ്യക്തവുമായിട്ട്, അതായത് സമയബന്ധിതമായിട്ട് നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കും നിയമനങ്ങൾ നടക്കുക. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനങ്ങൾ ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ വ്യക്തതയുണ്ടാകണം. ഇത് കണ്ടിട്ട് നിലവിൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിഷമമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇതൊരു തരത്തിലും നിങ്ങളെ ബാധിക്കില്ല. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ 2026 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വിവരാവകാശ പ്രകാരം പുറത്തു വന്നൊരു വസ്തുതയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത്? കാരണം നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 27 വരെയാണ്. ഈ 29/27 പിറ്റേ ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം എന്ന ഒരു ചട്ടം PSC പാലിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നത്. ഇനിയും എന്താണ് 2026 നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതിന്റെ അനിവാര്യത എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ സാഹചര്യങ്ങൾ തന്നെയാണ് എല്ലാ വർഷവും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ടാകുന്നത്. അതായത് റിക്വയർമെന്റ് എന്ന് പറയുന്നത്, അതായത് എല്ലാ വർഷവും ഏതാണ്ട് 30ഓളം ആൾക്കാർ, 30-ലധികം ആൾക്കാർ, അല്ലെങ്കിൽ ശരാശരി ഒരു 30 വെച്ച് കണക്ക് കൂട്ടിയാൽ 30 പേര് എന്ത് ചെയ്യുന്നുണ്ട്, സർവീസിൽ നിന്ന് റിട്ടയർമെന്റ് ആവുന്നുണ്ട്. റിട്ടയർമെന്റിനൊപ്പം തന്നെ ഇവിടെ കണ്ട ഏതാണ്ട് 26 സമാനമായിട്ടുള്ള വേക്കൻസികളിൽ AMVകൾക്ക് പ്രൊമോഷൻ കിട്ടി MVI ആയിട്ട് മാറാറുണ്ട്. ഇതും പൊതുവെ നടന്നു വരുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 30-ന് മുകളിൽ വേക്കൻസികൾ ഓരോ വർഷവും ജനറേറ്റ് ചെയ്യപ്പെടും. ആത്യന്തികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ ചില വർഷങ്ങളിൽ ഇതിന് ചില മാറ്റങ്ങൾ ഉണ്ടാവും. 30 എന്നുള്ളത് ചിലപ്പോൾ 50 വരെയൊക്കെ ആകാറുണ്ട്. അത് ചില മാസീവ് റിട്ടയർമെന്റ് വരുന്ന വർഷങ്ങളാണ്. അത് എല്ലാ വർഷവും ഉണ്ടാവണമെന്നില്ല. ഇവിടെ നമ്മൾ അതൊന്നും കണക്കാക്കുന്നില്ല. ഇവിടെ സാധാരണഗതിയിലുള്ള റിട്ടയർമെന്റ് മാനദണ്ഡം മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. 30 വീതം റിട്ടയർമെന്റ് ഉണ്ടെങ്കിൽ തന്നെ 2 വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് 60 പേരും 3 വർഷം കൊണ്ട് ഏതാണ്ട് 90 പേരും റിട്ടയർ ആകും എന്ന് കണക്കാക്കാം. അതൊരു ശരാശരി കണക്കാണ്. അതായത് 90-നും 120-നും ഇടയിലുള്ള വേക്കൻസികൾ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുമെന്ന് കണക്കാക്കാം. അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം എന്ന് കണക്കാക്കിയാൽ ഈ 3 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 100-ലധികം പേർക്ക് നിയമനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം നമ്മൾ ഇവിടെ നിന്ന് അനുമാനിക്കാൻ. ആ ഒരു മാനദണ്ഡത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു ധാരണയിൽ തയ്യാറെടുത്ത് നമ്മുടെ പഠനത്തിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്ലേസ് ചെയ്യേണ്ട
പൊസിഷൻ എന്ന് പറയുന്നത് നല്ല ഒരു റാങ്ക് ആണെന്ന് തീരുമാനിച്ച് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പിച്ച് പറയാൻ കഴിയും നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ ഒരു ജോലി കിട്ടും. ഇനിയും ഇവിടെയും മാനദണ്ഡമാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ റാങ്ക് ഒന്നാമതാണ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിയമനം ലഭിക്കും. നിയമനം ലഭിച്ചാൽ നിങ്ങൾ തന്നെയായിരിക്കും സീനിയർ, നിങ്ങൾക്കായിരിക്കും ആദ്യത്തെ പ്രൊമോഷൻ. നമുക്കറിയാം ഈ MBAയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് പ്രൊമോഷൻ പോകുന്നത് നിങ്ങളുടെ സർവീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ദിവസം മുമ്പേ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സർവീസ് കാലാവധി റിഫ്ലക്ട് ചെയ്യും, ആദ്യത്തെ പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പഠനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷനെ ഫേസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങിയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാർക്കിലാണ്. നിങ്ങളുടെ മാർക്ക് എപ്പോഴും ആദ്യത്തെ 10-നകത്ത് തന്നെ വരുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡേറ്റ കൂടി നമ്മൾ അസസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനു മുമ്പ് എക്സാമിനേഷൻ നടന്നത് 517/2022 എന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമായിരുന്നു. അന്ന് ഈ എക്സാമിനേഷനിൽ DOE നിലവിൽ വന്നത് 2/9/2024 അന്ന് എക്സാമിനേഷന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 59.67 മാർക്കായിരുന്നു. ഈ മാർക്കിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് നിങ്ങൾ കരുതാതിരിക്കുക. ഈ ഒരു മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇവിടെ മാക്സിമം മാർക്കായിട്ട് വന്നത് 83.33 മാർക്കാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടാക്കാൻ നോക്കണം. 83 എന്ന് പറയുന്ന സ്കോർ ഒരു പരീക്ഷയുടെ നിലവാരം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. എക്സാമിനേഷന്റെ നിലവാരം കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ മാർക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്വസ്റ്റ്യനുകളുടെ നിലവാരം ഉയർന്നാൽ ഇവിടുത്തെ കട്ട് ഓഫ് മാർക്ക് ഇനി താഴാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്ക് എപ്പോഴും നല്ല ഒരു ലെവലിലേക്ക് നിർത്താൻ ശ്രമിക്കണം. മാത്രമല്ല ഇതൊരു യൂണിഫോംഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ മറ്റു പല മാനദണ്ഡങ്ങളും ഈ ഒരു റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കോർ ഒരിക്കലും ആ ഒരു മാനദണ്ഡത്തിലൊന്നും പെടാത്ത രീതിയിൽ ഉയർത്തി നിർത്താനുള്ള ഒരു വിൽ പവറോട് കൂടി വേണം നമ്മൾ എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ അന്ന് എക്സാമിനേഷന് വേണ്ടി അപേക്ഷിച്ചിരുന്നത് 10,787 പേരായിരുന്നു. കൺഫർമേഷൻ കൊടുക്കാൻ കഴിഞ്ഞത് 9,327 പേർക്ക് മാത്രമായിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് 950 പേരെ അഡ്മിറ്റ് ചെയ്യുകയും മെയിൻ ലിസ്റ്റിലേക്ക് 606 പേര് വരികയും ഇതിനോടകം തന്നെ 121 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്തു എന്ന് ഓർക്കണം. നമ്മളിവിടെ മിനിമം നമ്മൾ പറഞ്ഞത് വെറും 100 മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തന്നെ 121 എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വരും വർഷങ്ങളിലും എന്തായിരിക്കും, ഏതാണ്ട് ഇതിന് മുകളിലേക്ക് പോകും. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ നമ്പറിനേക്കാളും ഇരട്ടിയിലധികം അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മളുടെ പഠനത്തിൽ നമ്മൾ 100 കിട്ടുള്ളൂ അല്ലെങ്കിൽ 100 പേർക്ക് നിയമനം ലഭിക്കുകയുള്ളൂ എന്നൊരു മാനദണ്ഡത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നല്ല റാങ്കിൽ ആദ്യത്തെ പൊസിഷനിൽ വന്ന് ആദ്യം പ്രൊമോഷൻ കിട്ടി ഉയർന്ന പദവിയിൽ നമുക്ക് റിട്ടയർ ആവാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ഒരു ലൈഫ് സെറ്റ് ചെയ്യുകയാണ് എന്നൊരു ധാരണയിൽ വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ധാരണയിൽ വേണം ഇനി വരുന്ന എക്സാമിനേഷനെ ഫോക്കസ് ചെയ്യാൻ. ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കൃത്യമായിട്ടുള്ള ചൂണ്ടുപലകയാണ്. അത് മനസ്സിലാക്കി തന്നെ ഈ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഏതാണ്ട് ഏപ്രിൽ പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിലോ ഒക്കെ വന്നുകൂടാഴികയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരള PSC ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്കൊരു 6 മാസത്തിൽ താഴെ മാത്രമേ പഠിക്കുവാൻ കിട്ടുകയുള്ളൂ. ഈ 6 മാസം കൊണ്ട് ഇത്രയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ എത്താൻ ഒക്കില്ല. അതിനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങേണ്ടത് അനിവാര്യമാണ്. അതിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠനം അതിന്റെ സ്ട്രാറ്റജിക് വേയിലേക്ക് മാറ്റുക. ഇനി നമുക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ്. സ്മാർട്ട് വർക്കിലൂടെ മാത്രമേ നമുക്ക് ഉന്നതമായ റാങ്കിൽ എത്താൻ കഴിയുകയുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഉയർന്ന റാങ്കിലേക്ക് എത്തണമെന്നില്ല. കൃത്യമായ വേയിലൂടെ കൃത്യമായ പാത്തിലൂടെ പഠിച്ച് കൃത്യ രീതിയിൽ മുൻവർഷ ചോദ്യപേപ്പറുകളും വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പറുകളൊക്കെ വർക്കൗട്ട് ചെയ്ത് ഒരു സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ കോമ്പറ്റീഷന് തയ്യാറായെങ്കിൽ മാത്രമേ ആദ്യത്തെ 10 മുതൽ 100 റാങ്കിനകത്തൊക്കെ ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ. അതിന് നിങ്ങൾ തയ്യാറാകുന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമിയിൽ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ പോകുന്നത്. അപ്പോൾ ഈ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.